രാമ ഈ കമ്പി മുഴുവൻ മേപ്പെട്ട് കഴിച്ചുട്ടോ. ഇതൊന്നും ഇവിടെ ഇടാൻ പാടില്ല. ആ ആ എന്തായി നിനക്ക് എന്തെങ്കിലും പണിയില്ലോ? ഏതാജി എവിടുന്നാ വരുന്നത്? ബംഗാളി ബാബു കാക്ക. ബംഗാളിയാ? എന്താന്റെ പേര്? ബാബു കാക്ക. ബാബുവോ? അനക്കനി ഈ പണിയൊക്കെ പാടെടുത്ത് പരിചയമുണ്ടോ? ഒക്കെ അറിയും കാക്ക. ഞാന് ആഴ്ചയിൽ 3 സൈറ്റിൽ പണി എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നു കാക്ക. എക്സ്പീരിയൻസ് ഉണ്ട് കാക്ക. ഒരാഴ്ചയിൽ 3 സൈറ്റിൽ പണിയോ? അന്നെ ആട്ടി വിട്ടാറ്റിയാ? ഇല്ല കാക്ക, ആട്ടി വിട്ടിട്ടൊന്നുമില്ല. എന്നെ നല്ല രീതിയിൽ പൊയ്ക്കോ പറഞ്ഞു. എന്തൊക്കെ അലാമത്താണാവോ. നല്ല പണിയൊക്കെ എടുക്കപ്പച്ച്? പണിയൊക്കെ എടുക്കും കാക്ക നമ്മള്. എന്തായാലും ഇപ്പൊ ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്. രാമ ഈ ചങ്ങായിക്ക് പണി വേണമെന്ന് പറഞ്ഞു വന്നതാണ്. ആണോ? അപ്പൊ ഇപ്പൊ പണിക്കാരനെ കമ്മിണ്ട് കാരണം ഒരാൾ കമ്മി ഉണ്ടായിരുന്നു. എന്താ വെച്ചാ ഒന്ന് നോക്കി പണിയൊക്കെ പറഞ്ഞു കൊടുത്താ നന്നാക്കി പണിയെടുക്കണം കേട്ടോ. ഏയ് നന്നാക്കി പണിയെടുക്കണം. കാണിച്ചല്ലേ അടച്ചോനെ അറിയാം. ബാബു ബംഗാളി ബാബു. ബംഗാളി ബാബു. ബാബു ഈ സിമെന്റ് ചാക്കൊക്കെ എടുത്ത് മേലെ കൊണ്ടണം. ഊപ്പർ സിമെന്റ് ചാക്ക്. A few moments later. ഈ സിമെന്റ് മുഴുവൻ മേലെ കയറ്റാൻ പറഞ്ഞിട്ട് രാമ അന്നോടല്ല പോട്ടെ. ഞാൻ അതൊക്കെ മേലെ കയറ്റാൻ പറഞ്ഞു. ഞാൻ ആ ബാബുനോട് പറഞ്ഞായിരുന്നു ആചാര്യ. എവിടെ കേട്ടോ ബാബു എന്താ മുതലാളി വിളിച്ചു? അന്നോട് ഈ ചാക്ക് മേലെ കൊണ്ടിടാൻ പറഞ്ഞല്ലേ? നമ്മളിവിടുത്തെ ചാക്ക് കൊണ്ടിട്ടല്ലോ മുതലാളി. ഏത് ചാക്ക്? അപ്പൊ പിന്നെ ഇതേതാ? ഞാൻ കാലിച്ചാക്ക വിചാരിച്ചു മുതലാളി. ആചാര്യ ഇവിടെ കുറെ കാലിച്ചാക്ക് ഉണ്ടായി. അതൊക്കെ എടുത്ത് മേലെ കൊണ്ടുവച്ചു. പടച്ച തമ്പുരാനെ തുടക്കം തന്നെ നന്നായിക്കണം. എടാ പഹ ഈ ചാക്കല്ലേ മേലെ കയറ്റാൻ പറഞ്ഞത്? സിമെന്റ് ചാക്ക് കൊണ്ടുവരണോ? സിമെന്റ് ചാക്ക് മേലോട്ടാക്കിയ വെച്ച് വണ്ടിയും വലിയാകണ പാകാപ്പത്. ഇന്ന് കുറച്ച് കല്ലൊക്കെ കയറിയിരിക്കണല്ലോ. ബാബുവാ ഇവിടെ വന്നാ. ഇന്നിപ്പോ എത്ര കട്ട കയറ്റി മേലക്ക്? മേലക്ക് 500. 500? ഇന്നലെ 300 കാക്ക. 300. അന്നേരം 300, ഇന്ന് 500. അപ്പൊ ആള് തിരക്കറില്ലല്ലോ. ഉസാറാണ്. ഇന്ന് 2 ആളുണ്ടായിരുന്നു കാക്ക. 2 ആള് വേറെ ഉണ്ടോ അന്നെ കൂടാതെ? അപ്പൊ ഇജ്ജ് എത്ര കട്ടപ്പ കയറ്റി? ഞാൻ കട്ട കയറ്റിട്ടില്ല കാക്ക. ഞാൻ കയറ്റുന്നത് എന്നിട്ട് 500 കറക്റ്റാക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്. ഇജ്ജ് എണ്ണാന്നൊക്കെ ഇനി അതിന് എന്റെ പണി ഇച്ചിനി ബെജ്ജ വെച്ച്. അതെന്താ കാക്ക? ഇജ്ജ് ചലക്കപ്പ ഇജ്ജ് മുന്നിന്ന് പോയിക്കജ്. രാമ ഇവിടെ വന്നാ. ഓരോരോ കാട്ടക്കാലം. എന്താ ആചാര്യ? പൊന്നാരെ രാമ ആ ബംഗാളി ചങ്ങായി പണിയൊന്നും കിട്ടണില്ല. ആ ചെങ്ങായി നമ്മളെ കൊണ്ട് പണിയെടുക്കുക ആചാര്യ. ഓന് ഇവിടെ ഈ കട്ട കായ്ച്ചോലെ എണ്ണി കുത്തിന്നൊക്കെയാണോലോ. അതിൽ ഒരാൾ ഞാനാണ് ആചാര്യ. അപ്പൊ അനക്കാണ് ചച്ചൂടോനോട്. അവനോട് എന്തെങ്കിലും പറയും. ഓ ഇന്ത്യയിൽ ഭയങ്കര ചീത്ത നമ്മളെ പറയുന്നത് തോന്നുന്നു. പാകൽ എന്ന് പറയുന്നത് എന്താ ആചാര്യ? പാകല് പാകല എനിക്ക് പറ്റിയ പേരന്നെ. ഇപ്പൊ ഇങ്ങോട്ട് പറയിപ്പിച്ചണ്ട. ചരക്ക പോയിക്കോ. അനിയും ബംഗാളിനും ഒക്കെ പറ ചവിട്ടി കുട്ടിയാ പറയിപ്പിച്ചണ്ട ഞങ്ങോട്ട്. നല്ലോണം കുഴഞ്ഞ് മറിഞ്ഞോട്ടോ. അതിനൊന്നും കമ്മി വരണ്ട. ഇനി അത് കമ്മി ആയിട്ട് നമുക്ക് ഉറപ്പില്ലാത്ത ഇടങ്ങേറുണ്ടാകരുത്. അതൊക്കെ ബാഗ് ഇട്ടോടത്ത് കുട്ടിയെ. എന്താണ് പാപ്പ? ഞാൻ മേലൊക്കെ പോയി നോക്കി, എല്ലായിടത്തും പോയി നോക്കി. പണിയൊന്നും നടന്നിട്ടില്ലല്ലോ. ഈ മഴക്കാലത്ത് തീരൂലേ? പൊന്നാലെ മനെ അതിന്റെ ഭർത്താവൊന്നും പറയണ്ട. ഞാൻ ബാബു പറഞ്ഞ ചങ്ങായിനെ അങ്ങോട്ട് പണിക്കുറിച്ച് കുടുങ്ങി. ഓനോട് പണിയെടുക്കൂല. ഒരൊറ്റ എണ്ണത്തിനെ പണിയെടുക്കാൻ അയക്കൂല. ഓനോട് പറഞ്ഞു നിങ്ങക്ക്. ഇനിയിപ്പൊ ഓനോട് ഞാൻ ഒരു എഗ്രിമെന്റ് പറഞ്ഞു പോയിക്കണം. ഇനി പണി തീരാതെ പോകൂല. വല്ലാത്തൊരു ഹരാക്കായി പോയി. നിങ്ങൾ എന്താ കാട്ടിക്കോളി. അല്ലാ കൊയങ്ങി. ബാബുവാ ഇവിടെ വാ. എന്താ പറ്റിന്ന് നേരത്തെ വന്നോ? കാക്ക 8 മണിക്ക് സൈറ്റിൽ എത്തണ്ടേ? ട്രാഫിക് ജാമില്ല. അപ്പൊ ഞാൻ 6 മണിക്ക് തന്നെ വന്നു കാക്ക. അതേതാ നന്നായി. എനിക്ക് കുറച്ച് ആത്മാർത്ഥതയൊക്കെ കൂടിയിരിക്കണം ഇപ്പൊ. ഇന്ന് ഞാൻ നേരത്തെ പോട്ടെ കാക്ക. ഇതാണല്ലോ ഇപ്പൊ തഞ്ചക്കേട്. അപ്പോഴേക്കും നേരത്തെ പോണം. ആക്കെ പോട്ടെ. ഇജ്ജെന്താ ഇവിടെ കൊറേ മലയാളൊക്കെ പഠിച്ചിക്കണ്? ചെക്കന്മാര് പഠിപ്പിച്ചെന്നു കാക്ക. എന്തൊക്കെയാ പഠിച്ചിക്കണേ? ഞാന് ഇപ്പൊ വരാ
5 മിനിറ്റ് നാളെ തീരും. ആ അല്ലെങ്കിലും മാണ്ടാത്തൊക്കെ ഇജ്ജ് വേഗം പഠിച്ചോലോ. ഇത് മുഴുവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടേ. വേറെ ഉണ്ട്. പിന്നെന്താ ചേട്ടാ മോനെ ചങ്കൻ. ആ മോനെ ആ കാര്യം ചോദിക്കാൻ ആ എന്തേ നമുക്ക് ശമ്പളം കൊടുക്കല്ലോ. ശമ്പളം കൂട്ടി തരേ എന്തത്തിന്? നമ്മളിപ്പോ മലയാളമൊക്കെ പഠിച്ചത് പോലെ ഇജ്ജ് മലയാളം പഠിക്കും ഞാൻ എന്തത്തിന് ശമ്പളം കൂട്ടി തന്നെ? അതല്ല മുതലാളി, ആദ്യം നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ കുറച്ച് പണിയെടുക്കും. അപ്പൊ നിങ്ങൾ പറയുന്ന മലയാളമൊക്കെ മനസ്സിൽ നമ്മൾ ഫുള്ള് പണി നമ്മൾ എടുക്കും. പിന്നെ നിങ്ങൾ പറയുന്ന തെറിയൊക്കെ നമുക്ക് മനസ്സിലാവും. ദജ്ജാല ബിലിച്ച പോത്ത് അതൊക്കെ കേട്ട് നിൽക്കില്ല മുതലാളി. അപ്പൊ അതിന് ശമ്പളം കൊടുക്കും. ആ ഇജ്ജിപ്പൊ കൊത്തി കൊത്തി മുറത്തൊക്കെ കൊത്താൻ തുടങ്ങിയോ? തിരക്കടില്ലല്ലേ ജാലിയായി തന്നെ തലവേദന പോയിക്കജ്ജ അവിടുന്ന്. മുതലാളി ശമ്പളം കൂട്ടി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാകും മുതലാളി. എന്ത് പണി? നിങ്ങൾ മോളായിട്ട് പ്രേമത്തിലാണ്, ലവ്. നമ്മൾ ഓടിയിട്ട് കൊണ്ടുപോകും. പടച്ച തമ്പുരാനെ രാമ, ഈ ചങ്ങായി നമ്മളെ മോളെയും കൊണ്ട് പോവുകയാണല്ലോ. ഇവിടെ വാട തച്ചാലേ എന്താ പൊന്നാല രാമ അഞ്ഞ എന്താകാനാണ്? ഞമ്മക്ക് പണിമേല പണിയാവും തന്നിക്കണത്. ഓ ഞമ്മളെ പെണ്ണിനെയും കൂട്ടി ആസാമക്ക് പോവാണല്ലോ. അത് തരക്കേടില്ലല്ലോ. ആസാമ് പോയിട്ട് ഒരു സൽക്കാരം ഇല്ല. എന്താ ഞാൻ കാട്ടുക? ഇച്ചിരത്തെ ഈ ആലോചിച്ച് കാണിക്കണത്. ഇപ്പൊ കണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ബംഗാളി അത് നടപ്പിലാക്കുന്നു. സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ പേരക്കുട്ടികൾ ബംഗാളികളാവും.